ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പരിപാടികൾ ആരംഭിക്കുകയാണ്. പതിവ് പോലെ ആദ്യം സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മായിൽ ഫാറൂഖി. പരിശുദ്ധ റമളാൻ അതിന്റെ പരിസമാപ്തിയോടടുക്കുകയാണ്. അതിലെ ഒടുവിലത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. റമളാൻ മാസത്തിന്റെ സവിശേഷതകൾ നിരവധിയാണ്. ഖുർആനിന്റെ അവതരണാരംഭം കുറിച്ചത് റമളാനിലാണ്. അതാണ് ഈ മാസത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. ഖുർആനിലെ 2-ാം അധ്യായം 185-ാം സൂക്തത്തിലാണ് ഇത് പറയുന്നത്. അതിപ്രകാരമാണ്: ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ബുദ്ധി കൊണ്ട് സ്രഷ്ടാവിനെ അറിഞ്ഞ്, ആത്മാവുകൊണ്ട് സ്രഷ്ടാവിനോടടുത്ത്, ശരീരം കൊണ്ട് സൃഷ്ടികളെ സേവിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. റമളാൻ മാസത്തിലെ സവിശേഷമായ ഒരു രാവിലാണ് ഖുർആൻ അവതരണത്തിന്റെ ആരംഭം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിലായിരുന്നു ഇത്. വായിക്കാനുള്ള ആഹ്വാനമായിരുന്നു ഖുർആനിലെ ആദ്യ വചനങ്ങൾ. പേനയുടെയും വായനയുടെയും പ്രാധാന്യമായിരുന്നു വിശുദ്ധ ഖുർആനിൽ വന്ന ആദ്യ വചനങ്ങൾ. പിന്നീട് 23 വർഷത്തിനുള്ളിൽ വിവിധ സന്ദർഭങ്ങളിൽ 114 അധ്യായങ്ങളിലായി 6600-ൽ പരം വചനങ്ങളിലൂടെ ഖുർആൻ അതിന്റെ അവതരണം പൂർത്തീകരിക്കപ്പെട്ടു. 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. റമളാനിലെ അവസാനത്തെ 10-ലെ ഒറ്റയായ ദിവസങ്ങളിലെ ഒരു രാവാണത്. ആ രാത്രി അന്വേഷിക്കാനും കണ്ടെത്താനും മതം അനുശാസിക്കുന്നു. പ്രഭാതോദയം വരെ ശാന്തിയും സമാധാനവുമായ രാവാണത്. റമളാനിൽ ഖുർആൻ ഒരാവർത്തിയെങ്കിലും പാരായണം ചെയ്യാത്ത മുസ്ലിങ്ങൾ അപൂർവമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാർ 3 ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്തു തീർക്കാറുണ്ടായിരുന്നു. റമളാൻ മാസങ്ങളിൽ വിശേഷിച്ചു ഇതിനെ മാതൃകയാക്കി നമ്മിൽ ചിലർ ഇപ്പോഴും ഖുർആൻ പലതവണ പാരായണം ചെയ്യാറുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അനേകം സവിശേഷതകളിൽ ഒന്നാണ് ഈ പാരായണ വേഗത. ഖുർആനുമായി ആത്മബന്ധം പുലർത്താനുള്ള അവരുടെ ത്വരയാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രവാചകന്റെ ഒരു വചനം ഇപ്രകാരമാണ്: നോമ്പും ഖുർആനും അല്ലാഹുവിന്റെ അടിമക്ക് ശിപാർശ ചെയ്യുന്നതാണ്. റമളാനിലെ മറ്റൊരു സവിശേഷതയാണ് രാത്രി നിർവഹിക്കപ്പെടുന്ന തറാവീഹ് നമസ്കാരം. ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ളതാണിത്. പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചും ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. നോമ്പുകാരൻ തന്റെ ആത്മാവിനോട് ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് സാരം. CH ഇസ്മായിൽ ഫാറൂഖി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.